ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സിംപ്ലി ഫിലിമി. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു ട്രെയിലർ റിയാക്ഷനാണ്. പടത്തിൻ്റെ പേര് കറക്കം. ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്ന് ഞാൻ ഇൻഫാക്ട് ഇന്നാണ് അറിയുന്നത്. ശ്രീനാഥ് ബാസിയാണ് ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫെമിന ജോർജ് ഉണ്ട് ഹീറോയിനായിട്ട്. നമ്മുടെ മിന്നൽ മുരളിയിലെ ഹീറോയിൻ ഉണ്ടല്ലോ. പിന്നെ ഞാൻ കാസ്റ്റ് ആൻഡ് ക്രൂ ജസ്റ്റ് നോക്കിയപ്പോൾ ജീൻ പോൾ ലാൽ, മിതുട്ടി, ബിജുക്കുട്ടൻ, മണികണ്ഠൻ ആചാരി, മനോജ് മോസസ് ഏതാന്ന് നമ്മുടെ മറ്റേ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയുടെ പേര് പറഞ്ഞ ലാലേട്ടൻ്റെ ബാലുബലിനകത്ത് അഭിനയിച്ച ആ ഒരു കക്ഷിയില്ലേ, ആ കക്ഷിയെന്ന് തോന്നുന്നു മനോജ് മോസസ്. പിന്നെ അങ്ങനെ കുറേ പേര്, ഷോൺ റോമി, സിദ്ധാർത്ഥ്, അഭിറാം, പ്രവീൺ ടി ജെ, ഫെമിന, അങ്ങനെ കുറേ പേരുണ്ട്. ഇതിൻ്റെ മെയിൻ എനിക്ക് തോന്നുന്നത് മ്യൂസിക് ബൈ സാംസിയസ് ആണ്. സാംസിയസ് മ്യൂസിക് ചെയ്യുമ്പോൾ മോശമാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ ഡയറക്ടറുടെ ഡെബ്യൂട്ട് ഫിലിമാണെന്ന് തോന്നുന്നു, കാരണം വേറെ ഒന്നും ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് പതുക്കെ വീഡിയോയിലോട്ട് പോകാം, ട്രെയിലർ കാണാം. അന്ന് രാത്രി കഥക് മുട്ടിയാണ് ആത്മാക്കൾ അകത്തേക്ക് പ്രവേശിച്ചു. അംബിക ലോഞ്ച്. ഇതെന്താ റൂമിൽ കൊള്ള ചെയ്തു? ഇതെന്താ സ്ഥലം? This is the safest place in Kochi. ഇനി നിങ്ങളുടെ പ്രശ്നമായിട്ട് മേശപ്രദേശം ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം. സിമിത്തേരി പറമ്പിൽ കുരിശുമായിട്ടാണ് തമാശ. സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിരത്തോട് കർത്താവ് നാട്ടുകാരില്ല. ഇത്ര ആൾക്കാർ തൂങ്ങിയും വിഷടിച്ചും വലിച്ച ലോച്ചല്ലേ ഇത് സംഭവം സർവ്വസാധാരണ. ഹൊറർ സിനിമയാണ്. ഇങ്ങനത്തെ ഒരു സിനിമ വരുന്നുണ്ടെന്ന് പോലും പക്ഷെ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. പക്ഷെ പ്രൊമോഷനൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ലായിരിക്കും, മേ ബി, ഐ തിങ്ക്. കാരണം ഒന്നും പറഞ്ഞു കേട്ടില്ല. പിന്നെ ഹൊറർ സിനിമ കൊള്ളാം. എനിക്കൊരു ഫൺ പാക്ഡ് ഹൊററാന്ന് തോന്നുന്നു, നമ്മുടെ രോമാഞ്ചൊക്കെ പോലെ അങ്ങനത്തെ പരിപാടിയാന്ന് തോന്നുന്നു ചെയ്തു വെച്ചേക്കുന്നത്. കൊള്ളാം, രസമുണ്ടല്ലോ. ഈ അംബിക ലോഡ്ജിൽ നടക്കുന്ന കഥയാന്ന് തോന്നുന്നു കേട്ടോ. അവിടത്തെ സംഭവങ്ങളാന്ന് തോന്നുന്നു. ആ ഒരു ലോഡ്ജും അതാന്ന് തോന്നുന്നു മെയിൻ ലൊക്കേഷൻ. കാരണം മിക്ക ഷോട്ട്സിലും ആ ലോഡ്ജാണ് കാണുന്നത്. ഇതെന്ത് ഷോട്ട് ഇത്? കൊള്ളാം. ഇപ്പൊ നാളത്തേക്ക് ഈ തോന്നലൊക്കെ ഒന്ന് പോവായിരിക്കല്ലേ? അങ്ങനെ പോയവരുണ്ട്, പോവാത്തവരുണ്ട്, അതുവരെ പിടിച്ചവരുണ്ട്. ഓട്ടോമാറ്റിക് കൊള്ളാം. ലോഡ്ജാന്ന് തോന്നുന്നു മെയിൻ സ്പോട്ട്. എന്നുവെച്ചാൽ മെയിൻ കഥകളെല്ലാം നടക്കുന്ന മെയിൻ ലൊക്കേഷൻ ലോഡ്ജാന്ന് തോന്നുന്നു. ആ ലോഡ്ജിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഫൺ പരിപാടിയാന്ന് തോന്നുന്നു. കൊള്ളാം, ബാക്കിയാണ്. ഗുഡ് ചോയ്സ്. നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ളത് ഇവ കൂടിയ ആത്മാക്കളാ. നീ വിളിച്ചു മൂടിയതൊക്കെ മാന്തി പുറത്തെടുക്കാൻ അവര് വരും. അപ്പാ അവര് വരും. മറ്റേ 11 അതൊക്കെ കുറ്റം പഠിച്ചിട്ടുണ്ടല്ലേ? കയ്യിലെങ്ങനെ കിട്ടിയതില്ല. കലാകാരന്മാരെയൊന്നും കൊച്ചു പേര് പഠിച്ചിട്ടുള്ളൂ. ചാക്കിലാക്കി കൊണ്ട് കളയേണ്ടി വന്നു. മതി 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 മതി. അങ്ങനെ എല്ലാ പ്രശ്നം കൂടെ മേശപ്പുറത്ത് എടുത്തേക്കണ്ട. 5 പോലീസ് ഇറക്കിയപ്പോ പോന്ന 5 പേര്. ഇനി എന്താ പ്ലാൻ? No plan to change, no plan to impress. കൊടുത്തപ്പോ എൽ ജെ പിക്കിട്ട് തന്നെ കൊടുത്തല്ലോ. കൊള്ളാം കൊള്ളാം, രസമുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ടല്ലേ. കാരണം ഒരു ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന പ്രേതങ്ങളോ, ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന 5 പ്രേതങ്ങൾ. അവർ ഇവരുടെ റൂമിൽ വന്ന് രാത്രി, സാധാരണ പ്രേതങ്ങളെ പേടിപ്പിക്കാണല്ലോ ചെയ്യുന്നത്, ഇവിടെ രാത്രി റൂമിൽ വന്നിട്ട് ബ്രേക്ക് ഡാൻസ് കളിക്കുന്നു. പക്ഷേ ഇറ്റ്സ് ഫൺ. കൊള്ളാം. ട്രെയിലർ കണ്ടിട്ട് അത്യാവശ്യം രസമുണ്ട്. പിന്നെ ട്രെയിലർ കട്ട് അടിപൊളിയായിട്ടുണ്ട്. കാരണം ആ മ്യൂസിക്, ഞാൻ പറഞ്ഞില്ലേ സാംസിയസിന്റെ പുള്ളി ഈ പ്രൊജക്റ്റ് എടുത്തത് തന്നെ മിക്കവാറും അത്രയും മ്യൂസിക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുമായിരിക്കും. അപ്പം മ്യൂസിക്കിന്റെ ആ ബീറ്റിനനുസരിച്ച് ആ ട്രെയിലർ കട്ട് ചെയ്തേക്കുന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. കൊള്ളാം, അടുത്തിൽ കൊള്ളാം, ഫൺ പരിപാടിയാന്ന് തോന്നുന്നു.
നല്ല സിനിമയാണെന്ന് തോന്നുന്നു. നല്ല സിനിമകൾ വിജയിക്കട്ടെ, നല്ല സിനിമകൾ വിജയിക്കട്ടെ, നല്ലതല്ലാ സിനിമകളെല്ലാം നശിക്കട്ടെ, മലയാള സിനിമ രക്ഷപ്പെടട്ടെ. കൊള്ളാം, മൊത്തത്തിൽ രസമുള്ളൊരു ട്രെയിലർ. പടത്തിൻ്റെ റിലീസ് എന്നാണെന്നൊന്നും പറഞ്ഞിട്ടില്ല തോന്നുന്നു. നോക്കാം, റിലീസ് വരട്ടെ. നമുക്ക് തിയേറ്ററിൽ, എനിക്ക് തോന്നുന്നു തിയേറ്റർ എന്താ പറയുക, എൻജോയ്മെൻറ്റിനുള്ള ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ഹൊറർ എലമെൻറ്റ്സ്, പിന്നെ ഈ ബ്രേക്ക് ഡാൻസിൻ്റെ എലമെൻറ്റ്, പിന്നെ എന്താണ് മൊത്തത്തിൽ ഒരു ഓവറോൾ ട്രീറ്റ്മെൻറ്റ്, ഈ റൊമാൻറ്റിക് പോട്ടെ, ഹൊറർ കോമഡി ജോണറിൽ പെടുത്താവുന്ന ഒരു പടമാണെന്ന് തോന്നുന്നു. ഇതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കണ്ടു കഴിയുമ്പോഴെല്ലാം നമുക്ക് ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കൊള്ളാം, സിനിമകൾ വരട്ടെ, സിനിമകൾ വിജയിക്കട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാൻ വരെ ബൈ.